കരിമീൻ നല്ല വാഴയിലെ പൊള്ളിച്ചാണ് കേട്ടോ. കപ്പ കുഴച്ചത്, കക്കായിറച്ചി, മീൻ മുളകിട്ടത്, മീൻ വറുത്തത്, ഇവിടെ ഇല്ലാത്ത വിഭവങ്ങൾ ചുരുക്കമാണ്. രുചികരമായ ഭക്ഷണമാണ്. ആ. പിന്നെ ഉപ്പ്, എണ്ണമയം, ആ. കൃത്യമായ ചേരുവ. ചേരുവ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വെറുതെ പറയുന്നതല്ല, ആ. ഞങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ ഇവിടെ വരുത്തില്ലല്ലോ. അപ്പൊ സനി ഇന്ന് ഇലയും കൊണ്ട് എന്തോ പരിപാടി, കുറെ ഐറ്റം ഒക്കെ പരിചയപ്പെടുത്തിയല്ലേ? ഇന്ന് നിങ്ങൾക്കായിട്ടൊരു സംരംഭം പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അതായത് കടൽ കായൽ വിഭവങ്ങള്. ഞാനിപ്പോൾ എന്റെ ജന്മനാട്ടിൽ തന്നെയാണ്, കായംകുളം കായലിനോട് ചേർന്ന സ്ഥലമാണ് തൃക്കുന്നപ്പുഴ. അപ്പൊ തൃക്കുന്നപ്പുഴയില് നല്ല ഇടിവെട്ടൊരു ഊണ് വിളമ്പുന്ന ഒരു സംരംഭം പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അതായത് എല്ലാ ഐറ്റം വിഭവങ്ങളുണ്ട്. കരിമീൻ പൊള്ളിച്ചത്, കക്കായിറച്ചി, മീൻകറി, അങ്ങനെ വേണ്ട മിക്കവാറും എല്ലാ കാര്യങ്ങളും ഈ ഒരു ഉച്ച സമയത്ത് ഇവിടെ ഉണ്ടാവും. സിബോ എന്നാണ് ഈ ഒരു സംരംഭത്തിന്റെ പേര്. ഇവർക്ക് കാറ്ററിംഗും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് മാത്രമല്ല 10 രൂപയ്ക്കാണ് ഒരു വെള്ളം വിൽക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു സംരംഭത്തിന്റെ രുചിക്കാഴ്ചകൾ കാണാം. അപ്പൊ ഒരു കുടുംബം തന്നെ ഉണ്ട് നമ്മുടെ ഈ ഒരു സംരംഭത്തിൽ, അല്ലേ? അതെ. അല്ലേ സുരണ? അതെ അതെ. സുരണൻ ഒരു പാചകക്കാരനാണ്, പഴയ പാചകക്കാരൻ. അതെ അല്ലെ? എത്ര നാളായിട്ട് നമ്മൾ ഈ ഒരു 30 വർഷത്തിനടുത്തോളമായി. 30 വർഷത്തോളമായി. അപ്പൊ നാട്ടിലൊരു കട അങ്ങ് തുടങ്ങാന്ന് കരുതി. അതും നാട്ടാർക്ക് അത്യാവശ്യം എല്ലാം നല്ല രീതിയിലുള്ള ഐറ്റംസ് കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. നമ്മുടെ ഇവിടെ എന്തൊക്കെ ഐറ്റംസാ ഉള്ളത്? ഇവിടെ ഇപ്പൊ ഉച്ചയ്ക്ക് ഊണുണ്ട്. ആ. രാവിലെ ദോശ, ഇഡ്ഡലി, പുട്ട്, കടല, ആ. കാപ്പികളുണ്ട്. വൈകിട്ടാണെങ്കിൽ തട്ടുദോശ, ആ. മീൻകറി, കപ്പ, പൊറോട്ട, ചിക്കൻ ആരൊക്കെ ഫ്രൈ. ആരൊക്കെ കൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നേ? മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്ന് ഞാന്, ആ. എന്റെ ഭാര്യ, ആ. സഹോദരി, ആ. സഹോദരിയുടെ അതാ ഭർത്താവ്. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കുടുംബം തന്നെയാണെന്ന് പറഞ്ഞത്. ഒരു വീട്ടിൽ എങ്ങനെയാണോ ഭക്ഷണം കൊടുക്കുന്ന ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ. ഈ ഓർഡർ പറഞ്ഞാൽ നമുക്ക് കരിമീൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഓർഡർ പറഞ്ഞാൽ ഏത് ഐറ്റം വേണമെങ്കിലും നമ്മൾ കൃത്യസമയത്ത് മിതമായ നിരക്കിൽ കൃത്യസമയത്ത് തന്നെ സ്ഥലത്ത് എത്തിച്ചേരും. അത് ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കും? അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മെയിൻ ആയിട്ടുള്ള കരിമീൻ ഫ്രൈ ഉണ്ട്, ആ. കരിമീൻ കറി ഉണ്ട്, ആ. ചിക്കൻ ഫ്രൈ, ആ. ചിക്കൻ കറി, ആ. ബീഫ് ഐറ്റംസ്. രാവിലെ നമുക്ക് നാടൻ ഐറ്റംസ്, പുട്ട്, അപ്പം, ദോശ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഉണ്ട്. ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട്, കടല, ആ. പുട്ട്, ബീഫ് കറി, ഇതെല്ലാം നമ്മുടെ ഓർഡർ അനുസരിച്ച് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മൾ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. ഓണസദ്യയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓണസദ്യ ഒക്കെ ചെയ്തിട്ടുണ്ട്. അണ്ണന്റെ ഓണസദ്യ നല്ല അഭിപ്രായമുള്ള ഓണസദ്യയാണ് കേട്ടോ. അതെ. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിന്റെ പ്രവർത്തനം എങ്ങനെയാ? രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ നമ്മൾ 6:30 ആകുമ്പോൾ തുറക്കും. ആ. രാവിലെ 6:30 തുറന്നാൽ രാത്രി 10 മണി വരെ ഉണ്ടാവും. വന്ന് ഭക്ഷണം കഴിക്കും. അത് മാത്രമല്ല, അണ്ണൻ പാചകമൊക്കെ ചെയ്യുന്ന ആളാ. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു അതുകൊണ്ട് രുചികരമായ ഭക്ഷണമാണ്. ആ. പിന്നെ ഉപ്പ്, എണ്ണമയം, ആ. കൃത്യമായ ചേരുവ. ചേരുവ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വാഴയിലാണ് ഭക്ഷണം വിളമ്പുന്നു അല്ലെ? വാഴയിലാണ് ഭക്ഷണം. വാഴയിലയിൽ ഉള്ള ഭക്ഷണം നാടൻ രീതിയിൽ, പ്രാദേശികം, വലിയ 5 സ്റ്റാർ ഹോട്ടലിലും വലിയ സെറ്റപ്പിലൊന്നും ഉള്ളതല്ല. ആ. പ്രാദേശിക നമ്മുടെ നാട്ടിൻ പുറത്ത് ആ ഒരു രീതിയിൽ അടിപൊളി ഭക്ഷണം കിട്ടുന്ന ഒരു ഏരിയ നമ്മുടെ ഈ ഏരിയയിലാണ്. ഞാൻ കഴിക്കുന്ന ആളെന്നുള്ള ഏരിയ. വെറുതെ പറയുന്നതല്ല, ഞങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ ഇവിടെ വരുത്തില്ലല്ലോ. ഇപ്പോഴും വാഴയിലയിൽ വിഭവങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഐറ്റം വിഭവങ്ങളുണ്ട്. ഇത് കണ്ട മത്തി പീര വറ്റിച്ചത്, അച്ചാറ്, അവിയല്, കക്കയിറച്ചി, മീൻ വറുത്തത്, കപ്പയൊക്കെ നല്ല ജീരകമൊക്കെ ഇട്ടാൽ ഉഷാറ് കപ്പയാണ് കേട്ടോ. തൊട്ടടുത്തായിട്ട് ദേ നല്ല ചൂരക്കറി ഇരിപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ കായംകുളം കായലൊക്കെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ കരിമീൻ പ്രധാനപ്പെട്ടിട്ടുള്ള നാടാണ്. അപ്പോൾ കരിമീൻ പൊള്ളിച്ചത്, വാഴയിലയിൽ കരിമീൻ പൊള്ളിച്ചത്, ഇതിന് പറ്റിയ കപ്പയാണ് കേട്ടോ. ഈ പാൽക്കപ്പയൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പാൽക്കപ്പയാവും. നോക്കി, നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ സൂര്യണ്ണൻ വരുന്നത് ചോറ് വിളമ്പാൻ വേണ്ടിയാണ്. സൂര്യണ്ണ സൈഡിൽ ചോറ് വിളമ്പിക്കോ. പക്ഷെ ചോറിന് മുമ്പ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ. അപ്പം നല്ല ചൂട് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ദേ ഈ കപ്പ കണ്ടില്ലേ? ഈ കപ്പയുടെ ഒരു ചന്തം കണ്ടില്ലേ? കുറച്ച് ദേ ഈ കരിമീൻ എന്ന് പറയുന്നത് നല്ല കരിമീനൊക്കെ നല്ല അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ്. ലേലക്കടവുകളൊക്കെ ഉള്ളതാണ്. ഈ കരിമീൻ്റെ ആ ഒരു വാഴയിലെ പൊള്ളിച്ചതിൻ്റെ ഗ്രേവി കുറച്ചിങ്ങനെ എടുത്തിട്ട് ഈ കപ്പയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. അടിപൊളി, നല്ല അടിപൊളിയായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഈ നാട്ടിലുള്ള മിക്കവാറും ആൾക്കാർക്കെല്ലാം ഈ വാഴയിലെ പൊള്ളിക്കാൻ നന്നായിട്ട് അറിയാം. കാരണം കരിമീൻ വെച്ചിട്ടുള്ള മെയിൻ വിഭവമാണ് കരിമീൻ വാഴയിലെ പൊള്ളിച്ചത്. നല്ല ഗ്രേവിയൊക്കെ ആയിട്ടിട്ട് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ അന്യ ടേസ്റ്റ് ആയിരിക്കും. വലിയ വലിയ ഹോട്ടലാണെങ്കിൽ നല്ല വിലയായിരിക്കും വാങ്ങിക്കുന്ന കേട്ടോ. ഇതുപോലുള്ള ചെറിയ കടകളൊക്കെ ആണെങ്കിൽ കരിമീൻ്റെ അത് ചെയ്യുന്ന റേറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ആഹാ, അപ്പൊ കരിമീൻ പിടിക്കട്ടെ.
കരിമീൻ കഴിക്കാൻ വേണ്ടി പറ്റിയ കപ്പയാണ് കേട്ടോ. അതുകൂടാതെ ഇവിടെ നല്ല ചൂരക്കറി ഇരിപ്പുണ്ട്. ചൂരത്തല ആവശ്യക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ ചൂരത്തലയൊക്കെ നേരത്തെ ചിലവാകും. ഇച്ചിരി കപ്പയും ചൂരമീൻ്റെ കറിയും. ഇനിയും കുറേ അധികം വിഭവങ്ങളുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഉഷാർ കപ്പ കഴിക്കാൻ പറ്റിയിട്ടുള്ള മത്തിയാണ് കേട്ടോ. മത്തി അതും കൂടെ എല്ലാം കപ്പ വെച്ച് ടേസ്റ്റ് ചെയ്യണം. ചോറവിടെ ഇരിക്കട്ടെ, ഇന്ന് ഞാൻ തകർക്കും. ഉഷാർ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉച്ച സമയത്ത്. അടുത്ത ഞങ്ങളുടെ നാട്ടിലെ ഐറ്റമാണ് കക്കയിറച്ചി. കക്കയിറച്ചിക്കൊന്നും പുറത്തു പോകേണ്ട കാര്യമില്ല, എല്ലാം ഈ സ്ഥലത്ത് കിട്ടും. തൃക്കുന്നപ്പുഴ എന്ന് പറയുന്നത് കൊന്നകൾ പൂക്കുന്ന പുഴയുടെ തീരം മാത്രമല്ല, കടലും കായലും ഒക്കെ നൽക്കണി ഒരുക്കുന്ന സ്ഥലമാണ്. കായലും അടുത്താണ്, കടലും അടുത്താണ്. അപ്പൊ കടൽ വിഭവങ്ങളും കായൽ വിഭവങ്ങളും ഒക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ കക്കയിറച്ചിയും കപ്പയും. ഈ സുരേന്ദ്രന്റെ ഈ ഒരു സംരംഭത്തെ കുറിച്ച് പറയുകയാണെങ്കിലേ, പുള്ളിക്കാരൻ ഈ ഊണ് പരിപാടി സദ്യയൊക്കെ ചെയ്യുന്ന ആളാണ്. കല്യാണ വീടുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സദ്യ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ഭക്ഷണത്തിന് അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ച ഭക്ഷണമൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് സാമ്പാറാണ്. നല്ല കുറുകിയ സാമ്പാർ. അതായത് ആലപ്പുഴക്കാർ നല്ല സാമ്പാർ ഉണ്ടാക്കും. നല്ല കായമൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് സാമ്പാർ. നിങ്ങൾ കുറുകിയ സാമ്പാർ കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഇനി സാമ്പാറിന് മുമ്പ് ഈ ചാറ് നല്ല ചൂട് ചോറിൻ്റെ മണ്ടേ കൂടെ ഒഴിച്ചിട്ടേ ഒരു ചെറിയ പീസും കൂടി ഇങ്ങോട്ട് തട്ടിടാം. അന്യായം. സൂപ്പർ. അപ്പം ഞാനൊരു സാമ്പാർ പ്രിയനാണെന്ന് എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഇവിടെ പോയാലും സാമ്പാർ കൂടുതലായിട്ട് കഴിക്കും. അപ്പം ഇവിടുത്തെ സാമ്പാർ അടിപൊളി സാമ്പാറാണല്ല, കുറുകിയ സാമ്പാറാണ്. കുറുകിയ സാമ്പാർ എന്ന് പറയുമ്പം ചില സപ്താഹങ്ങൾക്കും ചില സ്ഥലങ്ങളിൽ മാത്രം ചെല്ലുമ്പോൾ നല്ല അടിപൊളി സാമ്പാർ കിട്ടും. ചിലയിടത്ത് കുളവാക്കും, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷെ ഇവിടുത്തെ സാമ്പാർ നല്ല കിടില സാമ്പാറാണ് കേട്ടോ. കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി സാമ്പാർ. പരിചയപ്പെടാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇനിയും ടേസ്റ്റ് ചെയ്യാറുണ്ട്. അവിയലൊക്കെ ഒന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മനോഹരമായിട്ടുള്ള തൃക്കുന്നപ്പുഴ കറക്റ്റ് ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ബിവറേജ് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ തൊട്ടടുത്തായിട്ട് സിബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭമാണ്. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന സംരംഭമാണ്. രാവിലെ മുതൽ പ്രവർത്തിക്കും. അത്യാവശ്യം രാവിലെ പുട്ട്, കടല, പിന്നെ അപ്പം, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഊണാണ് പ്രാധാന്യം. ഊണിന് ഒരുപാട് ഐറ്റം വിഭവങ്ങളുണ്ട്. വൈകുന്നേരവും തട്ട് ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സ്ഥലം നിങ്ങൾ മറന്നു പോകണ്ട. ഒരു ലോട്ടറി കടയുണ്ട്, അതിന്റെ തൊട്ടടുത്തായിട്ട് സിബോ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്ററിംഗ് ഒക്കെ ഉണ്ട്. ഇവർക്ക് ഓർഡർ സ്വീകരിക്കും. അത്യാവശ്യം കല്യാണ പരിപാടികളും മറ്റുള്ള പരിപാടികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. കരിമീനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കരിമീൻ പൊള്ളിച്ചൊക്കെ സൂപ്പറായിരുന്നു.